പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും മലയാളം സ്റ്റോറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് കഥകൾ ഇതിനോടകം കേട്ട് കഴിഞ്ഞു. എല്ലാവർക്കും കഥകൾ ഉപകാരപ്പെടുന്നുണ്ട് എന്ന് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിശ്വസിക്കട്ടെ. കൂട്ടുകാരെല്ലാവരും ഇതിലെ കഥകളിലെ ഗുണപാഠം ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കണമെന്ന അഭ്യർത്ഥനയോടെ മറ്റൊരു കഥ പറയാം. നമ്മുടെ കൂട്ടത്തിലെ ചില ആളുകൾ അന്യരുടെ സമ്പത്ത് വളരെ സൂക്ഷിച്ച് മാത്രമേ കൈകാര്യം ചെയ്യുകയുള്ളൂ. ആരെങ്കിലും അത് സൂക്ഷിച്ച് വെക്കാനൊക്കെ ഏൽപ്പിച്ചാൽ ഇത് കൃത്യമായി കൊടുക്കും. മറ്റുള്ളവരുടെ സമ്പത്തൊന്നും അപഹരിക്കില്ല. താൻ അധ്വാനിച്ച് കിട്ടുന്നത് മാത്രം തനിക്ക് മതി എന്ന് ചിന്തിക്കുന്നവരാണ്. എന്നാൽ വേറെ ചിലരുണ്ട്, അവർക്ക് അന്യരുടെ മുതൽ എങ്ങനെയെങ്കിലും കയ്യിൽ വന്ന് ചേർന്നാൽ എന്തെങ്കിലും പറഞ്ഞ് അവരെ പറ്റിച്ച് മിടുക്കരാകാൻ ശ്രമിക്കുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു നീതിയോ നിയമമോ ഒന്നും ഉണ്ടാകില്ല. അവർക്ക് താൻ പിടിച്ച മുയലിന് കൊമ്പ് 3 എന്ന രൂപത്തിലുള്ള വാശിയായിരിക്കും ഉണ്ടാവുക. പലരും അവരെ അത് വെച്ചുകൊണ്ട് അവരുടെ വാദത്തെ അംഗീകരിച്ച് കൊടുക്കുമെങ്കിലും ചിലരെങ്കിലും ബുദ്ധിമാന്മാരായ ആളുകൾ അവരുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ആളുകളുടെ ചതിക്കെതിരെ പ്രതികരിക്കാറുണ്ട്. അത്തരം ഒരു കഥയാണ് ഈ വീഡിയോയിൽ നമുക്ക് അറിയാനുള്ളത്. അതായത്, പണ്ട് ഒരു നാട്ടിൽ സോമശേഖരൻ എന്ന് പറയുന്ന ഒരു പലചരക്ക് കടക്കാരനുണ്ടായിരുന്നു. പലചരക്ക് കട എന്ന് പറഞ്ഞാൽ കൂട്ടുകാർക്കറിയോ, നമ്മുടെ നാട്ടിലൊക്കെ അരി അതുപോലെ തന്നെ പല വ്യഞ്ജന സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയില്ലേ, അതാണ് പലചരക്ക് കട എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ തൻ്റെ കടയിൽ വരുന്ന ആളുകളിൽ നിന്ന് അനർഹമായ യാതൊന്നും തന്നെ വസൂലാക്കാത്ത ഒരു നല്ല മനുഷ്യനായിരുന്നു നമ്മുടെ സോമശേഖരൻ എന്ന പലചരക്ക് കടക്കാരൻ. അയാളുടെ കട ഒരു ഗ്രാമത്തിൽ തന്നെ ആയതുകൊണ്ട് തൻ്റെ കടയിൽ വരുന്ന സഹജീവികളോട് വളരെ ദയാലുവായിരുന്നു അയാൾ. അതുകൊണ്ട് തന്നെ എല്ലാ ഗ്രാമവാസികളും അയാളെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. ഗൗരവമേറിയ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ അയാളെ സമീപിക്കും. യാതൊരു പരാതിയും കൂടാതെ തന്നെ അദ്ദേഹം അവരെ സഹായിക്കുകയും ചെയ്യും. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി. ഒരിക്കൽ ഗ്രാമത്തിൽ അതിയായ ക്ഷാമം ഉണ്ടാവുകയും അത് അയാളുടെ കടയിലുള്ള സാമാനങ്ങളിൽ കമ്മി ഉണ്ടാക്കുന്നതിന് കാരണമാവുകയും ചെയ്തു. ക്രമേണ സോമശേഖരൻ്റെ വ്യാപാരം അന്ത്യം കാണുകയും അയാളുടെ കച്ചവടം പൊളിഞ്ഞു പോവുകയും ചെയ്തു. കച്ചവടം പൊളിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ കടയിൽ സാധനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ആളുകൾ കടയിലേക്ക് വരുന്നത് ഇല്ലാതായി. അതേപോലെ തന്നെ കടയിൽ സാധനങ്ങളില്ലാതായി. അങ്ങനെ കട മൊത്തത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കച്ചവടം പൊളിഞ്ഞു പോയി. അദ്ദേഹം നാട്ടിൽ തന്നെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി. തൻ്റെ ഗ്രാമത്തിൽ നിന്ന് മാറിപ്പോകുന്നതിന് നിർബന്ധിതനായി. അദ്ദേഹം നാട് വിടാൻ തീരുമാനിച്ചു. നാട് വിടുന്നതിന് മുമ്പ് അയാൾ സുഹൃത്തായ മോഹൻ്റെ അടുക്കൽ പോയിട്ട് താൻ പോയി തിരിച്ചെത്തുന്നത് വരെ സൂക്ഷിക്കുന്നതിന് വേണ്ടി 12 കിലോ തൂക്കമുള്ള തൻ്റെ തുലാസ് അയാളെ ഏൽപ്പിച്ചു. മോഹൻ്റെ അടുത്ത് തുലാസ് കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ നാട് വിട്ടു പോവുകയാണ്. കാരണം എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല. ഞാൻ ഏതെങ്കിലും കാലത്ത് പണക്കാരനായി തിരിച്ചു വരുമ്പോൾ എനിക്ക് ഈ നാട്ടിൽ പിന്നെയും കച്ചവടം തുടങ്ങണം. അതുകൊണ്ട് ആ തുലാസ് ആ സമയത്ത് നീ തിരിച്ചേൽപ്പിക്കണം എന്ന് പറഞ്ഞു. ആ മോഹൻ അത് സമ്മതിച്ചു. സോമശേഖരൻ പല രാജ്യങ്ങളിലൂടെയും ചുറ്റിത്തിരിഞ്ഞ് ഒരു ദ്വീപിലെത്തി. അയാൾ തൻ്റെ സൗഭാഗ്യം കണ്ടെത്തി. അവിടെ നിന്നും ധാരാളം സമ്പത്തുണ്ടാക്കി. അയാൾ അതിന് ശേഷം സ്വന്തം രാജ്യത്തിലേക്ക് തന്നെ മടങ്ങി. വീട്ടിലേക്ക് തിരികെ വരുമ്പോൾ അയാൾ സുഹൃത്തായ മോഹൻ്റെ വീട്ടിനെ സന്ദർശിച്ചു. മോഹൻ്റെ അടുത്ത് ചെന്നിട്ട് സാധാരണ
പോലെ തന്നെയായിരുന്നു മോഹൻ്റെ പെരുമാറ്റം, സ്നേഹത്തോടു കൂടി തന്നെ. അയാൾ തൻ്റെ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി, അതുപോലെ തന്നെ തൻ്റെ പഴയ ചങ്ങാതി എന്ന നിലയിൽ സോമശേഖരനെ വലിയ തോതിൽ ആദരിക്കുകയും വിരുന്നൂട്ടുകയൊക്കെ ചെയ്തു. അങ്ങനെ വീട് വിട്ട് പോകാനുള്ള സമയത്ത് സോമശേഖരൻ മോഹനോട് പറഞ്ഞു, ഞാൻ അന്ന് നിൻ്റെ അടുത്ത് ഒരു തുലാസ് ഏൽപ്പിച്ചിരുന്നല്ലോ ഞാൻ പോകുന്ന സമയത്ത്, ആ തുലാസ് എനിക്ക് തിരിച്ചു വേണം, അത് തരണം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മോഹൻ്റെ മുഖം ആകെ വാടി. അയാൾ പറഞ്ഞു, പ്രിയപ്പെട്ട ചങ്ങാതി, നിങ്ങളെ തുലാസ് ഇവിടെ ഭയങ്കരമായിട്ട് എലികളുണ്ടായിരുന്നു, ആ എലികൾ കാർന്ന് മുറിച്ച് തിന്നു കളഞ്ഞു, ഞാൻ എവിടെ നോക്കിയിട്ടും അത് കാണുന്നില്ല. എന്ത് തുലാസ? 12 കിലോ തൂക്കം വരുന്ന ഇരുമ്പിൻ്റെ തുലാസാണ് എലി തിന്നുപോയി എന്ന ശുദ്ധമായ നുണ ആര് പറഞ്ഞത്? മോഹനൻ സോമശേഖരനോട് പറഞ്ഞത്. അയാളുടെ ഉദ്ദേശം എന്തായിരുന്നു? സോമശേഖരൻ്റെ തുലാസ് തിരികെ കൊടുക്കാതിരിക്കുക. അതിനു വേണ്ടി അയാൾ പറഞ്ഞ നുണയായിരുന്നു അത്. സുഹൃത്തിൻ്റെ ഈ അഭിപ്രായം കേട്ടപ്പോൾ തന്നെ സോമശേഖരൻ അയാൾ പറയുന്നത് കളവാണെന്നും തന്നെ ചതിക്കാനുള്ള ഉദ്ദേശമാണെന്നും മനസ്സിലായി. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. പക്ഷെ അയാൾ ആ ദേഷ്യമൊന്നും പുറത്ത് കാണിച്ചില്ല, ഒന്നും പറയുകയും ചെയ്തില്ല. ഒരു ദിവസം അയാൾ സുഹൃത്തിനോടൊപ്പം തങ്ങാൻ തീരുമാനിച്ചു. അയാൾ കൂട്ടുകാരൻ മോഹനോട് പറഞ്ഞു, എന്തായാലും ഞാൻ ഇന്ന് പോകുന്നില്ല, ഞാൻ ഇന്ന് എൻ്റെ കൂടെ താമസിക്കുകയാണ്. അത് കേട്ടപ്പോൾ അയാൾ മോഹനോട് പറഞ്ഞത്, മോഹൻ, ഞാൻ ആകെ ക്ഷീണിച്ചു, യാത്ര കഴിഞ്ഞ് വരികയാണ്, എനിക്കിന്ന് യാത്ര പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ നിൻ്റെ കൂടെ താമസിക്കുകയാണ് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മോഹൻ പറഞ്ഞു, ആയിക്കോട്ടെ, ഇവിടെ താമസിക്കാമല്ലോ, അതിന് യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ നമ്മുടെ മോഹനൻ്റെ വീട്ടിൽ തന്നെ നിന്നു. വൈകുന്നേരമായപ്പോൾ സോമശേഖരൻ സുഹൃത്തിനോട് പറഞ്ഞു, മോഹൻ, എനിക്കൊന്ന് പുഴയിൽ പോയി കുളിക്കണം, പുഴയിലേക്കുള്ള വഴി കാട്ടിത്തരാനായി നിൻ്റെ മകനെ ഒന്ന് എൻ്റെ കൂടെ പറഞ്ഞേക്കണം. മോഹൻ പറഞ്ഞു, ആയിക്കോട്ടെ. മോനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തിന് പുഴയിലേക്കുള്ള വഴിയൊന്ന് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. പുഴയിലേക്ക് പോകുന്ന വഴിയിൽ ഉയരമേറിയ ഒരു കുന്നിൻ്റെ ചുവട്ടിലായി ഒരു ഗുഹയുണ്ടായിരുന്നു. സോമശേഖരൻ മോഹൻ്റെ മകനെ ആ ഗുഹയുടെ ഉള്ളിലേക്ക് പിടിച്ചു ഇട്ടിട്ട് ആ ഗുഹയുടെ വായ്ഭാഗം ഒരു കല്ലുകൊണ്ട് അടച്ചു വെച്ചു. എന്നിട്ട് അയാൾ വീട്ടിലേക്ക് തിരികെ വന്നു. തൻ്റെ മകൻ എവിടെയെന്ന് മോഹൻ ചോദിച്ചപ്പോൾ സോമശേഖരൻ പറഞ്ഞു, എടാ മോഹനെ, നീ വിഷമിക്കരുത്, നിൻ്റെ മകനെ വലിയൊരു പരുന്ത് വന്ന് റാഞ്ചിക്കൊണ്ട് പോയി കളഞ്ഞു. ഇത് കേട്ടപ്പോൾ മോഹന് ദേഷ്യം വന്നു. അയാൾ അല്ലറിയടാ കള്ള, നീ എൻ്റെ മകനെ എവിടെയാണ് ഒളിപ്പിച്ചത്? എനിക്ക് അവനെ ഉടനെ തിരികെ വേണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ പോലീസിനെ കൊണ്ട് പീഡിപ്പിക്കും എന്ന് അലറി വിളിക്കാൻ തുടങ്ങി. ഒടുവിൽ അവരിരുവരും തർക്കത്തിലായി. അങ്ങനെ പ്രശ്നം ഗ്രാമമുഖ്യൻ്റെ അടുത്ത് ചെന്ന് വളരെ ആദരവോടുകൂടി തങ്ങളുടെ പ്രശ്നം അദ്ദേഹത്തെ അറിയിച്ചു. 10-12 വയസ്സുള്ള ഒരു കുട്ടിയെ പരുന്ത് റാഞ്ചിക്കൊണ്ടുപോയി എന്ന് കേട്ടപ്പോൾ തന്നെ ഗ്രാമത്തലവന് ദേഷ്യം വന്നു. അതെങ്ങനെ സാധ്യമാകും? ഒരു പരുന്ത് വിചാരിച്ചാൽ ഇത്രയും വലിയൊരു കുട്ടീനെ തട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. ആരോട്? സോമശേഖരനോട് ചോദിച്ചു. സോമശേഖരൻ പറഞ്ഞു, പ്രഭു, ഒരു വലിയ 12 കിലോ തൂക്കമുള്ള ഇരുമ്പ് തുലാസി എലികൾ കരണ്ട് തിന്നുന്ന നാട്ടിൽ ഇത്രയും വലിപ്പമുള്ളൊരു കുട്ടിയെ എന്തുകൊണ്ടൊരു പരുന്തിന് റാഞ്ചിക്കൊണ്ട് പോകാൻ കഴിയില്ല? അത് കേട്ടപ്പോൾ ഗ്രാമത്തലവൻ അല്പം ചിന്താക്കുഴപ്പത്തിലായി. എല്ലാം വിശദീകരിച്ച് പറയാൻ അദ്ദേഹം സോമശേഖരനോട് ആവശ്യപ്പെട്ടു. സോമശേഖരൻ തൻ്റെ കഥയെല്ലാം പറഞ്ഞു. അതുപോലെ തന്നെ ഈ മോഹൻ്റെ അടുത്ത് തുലാസി ഏൽപ്പിച്ചതും അയാൾ തിരിച്ചു വന്നപ്പോൾ അത് എലി തിന്നുപോയി എന്ന കള്ളക്കഥ പറഞ്ഞതുമെല്ലാം ഗ്രാമമുഖ്യനോട് പറഞ്ഞു. ഒടുവിൽ ഗ്രാമമുഖ്യന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. മോഹനോട് ഉടൻ തന്നെ സോമശേഖരൻ്റെ തുലാസ് തിരികെ കൊടുക്കാൻ ആവശ്യപ്പെട്ടു. മോഹൻ തുലാസ് തിരികെ കൊടുത്തു. അപ്പം തന്നെ സോമശേഖരൻ കൊണ്ടുപോയിട്ട് അയാളുടെ മോഹനെയും തിരികെ കൊടുത്തു. മോഹനൻ സോമശേഖരനോട് മാപ്പ് പറഞ്ഞു താൻ ചതിക്കാൻ ശ്രമിച്ചതിന്. അങ്ങനെ അവർ വീണ്ടും ചങ്ങാതിമാരായി തന്നെ ഐക്യത്തിലും സന്തോഷത്തിലും കഴിഞ്ഞുകൂടുകയും ചെയ്തു. ഇതാണ് കഥ. കൂട്ടുകാർക്ക് കഥ ഇഷ്ടപ്പെട്ടല്ലോ. ഇനി ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്.
എല്ലാവരും ഓരോ ലൈക്ക് ചെയ്യണേ. നന്ദി, നമസ്കാരം.